ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് പല്ലിലെ കറകളൊക്കെ മാറ്റിയിട്ട് നല്ല തൂവെള്ള നിറത്തിലുള്ള പല്ലാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. പലർക്കുമുള്ള ഒരു പ്രശ്നമാണ് പല്ലിലെ കറ എന്നുള്ളത്. അപ്പോൾ ഇന്ന് അതൊക്കെ മാറ്റിയെടുക്കാനായിട്ടുള്ള അടിപൊളി ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഈ ഒരു ടിപ്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. വെറും 3 ദിവസം മാത്രം നിങ്ങളിത് ഉപയോഗിച്ചാൽ മതിയാവും. ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് നല്ല ഫലം കണ്ടു തുടങ്ങുന്നതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം നിങ്ങളിത് അടുപ്പിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളതെന്ന് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുത്തേക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാരറ്റ് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല. ഇതിന്റെ ഒരു ഇത്രത്തോളം ഭാഗം മാത്രം മതിയാവും. ഈ കാണുന്നത് പോലെ. ഇനി ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരണം. ഒരുപാട് പേസ്റ്റ് ആവരുത്, കുറച്ചും ചതഞ്ഞിരുന്നാ മതി. ഞാനിവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന പോലെ. ഇത് കണ്ടില്ലേ, ഒരുപാട് പേസ്റ്റ് ആയിട്ടുമില്ല, എന്നാൽ നല്ലതുപോലെ ഒന്നും ചതഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു പാകത്തിന് വേണം ക്യാരറ്റ് എടുക്കാനായിട്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഒരല്പം ബേക്കിംഗ് സോഡയാണ്. അത് ഒരു നുള്ളു മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ ഇത്ര മാത്രം മതിയാവും. ബേക്കിംഗ് സോഡ നിങ്ങൾ ഒരുപാട് എടുക്കാനായിട്ട് പാടില്ല. ഇത്ര അളവ് മാത്രം മതിയാവും. പിന്നെ വേണ്ടുന്നത് ഒരല്പം ജീരകത്തിന്റെ പൊടിയാണ്. ജീരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ജീരകമില്ലേ, ആ ജീരകത്തിന്റെ പൊടിയാണ് വേണ്ടുന്നത്. അതും ഏകദേശം ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്ത് മതി. ഞാൻ ഇപ്പോൾ എല്ലാം എടുത്തേക്കുന്ന ഒരു ചെറിയ സ്പൂണിനാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇനി ഇത് മൂന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവട്ടെ. ഇപ്പൊ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ബ്രഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രഷിലേക്ക് നമ്മൾ പേസ്റ്റ് എടുക്കുന്ന പോലെ തന്നെ, ടൂത്ത് പേസ്റ്റ് എടുക്കുന്ന പോലെ തന്നെ ഇത് നല്ലതുപോലെ എടുക്കുക. ഇതേപോലെ കുറച്ച് കട്ടിക്കാക്കണം. അതിനുശേഷം സാധാരണ ബ്രഷ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയമുണ്ടല്ലോ, അപ്പൊ സാധാരണ നിങ്ങൾ 10 മിനിറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതിനൊരു 15 മിനിറ്റ് കൂടുതലായിട്ട് എടുക്കുക. ഒരു 5 മിനിറ്റും കൂടെ നിങ്ങൾ കൂടുതലായിട്ട് എടുത്തിട്ട് നല്ലതുപോലെ സമയം എടുത്തുകൊണ്ട് നിങ്ങൾ ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ ഇത് കഴുകി കളയാവുന്നതാണ്. തീർച്ചയായിട്ടും പല്ലിലെ കറകളൊക്കെ മാറിയിട്ട് പല്ല് നല്ലതുപോലെ വെളുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും